ഓക്കെ, വെൽക്കം ബാക്ക്. സോ ലിക്വിഡേഷൻ്റെ ബാക്കി വീഡിയോസാണ്. കുറച്ച് ദിവസത്തെ ഡിലേ വന്നിട്ടുണ്ട്, എനിക്ക് എൻ്റേതായ ചില പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായി, അതുകൊണ്ടാണ് കേട്ടോ. സോ ടുഡേ വിൽ സ്റ്റാർട്ട് വിത്ത് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ. അധികവും സെക്ഷൻ സിയിൽ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ. സോ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ എന്താ സംഭവം നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ആണ്. ലിക്വിഡേറ്റർ ആരാണ്? കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യാൻ പോകുമ്പം കോർട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കമ്പനി ഇറ്റ് സെൽഫ് ഒരാളിനെ അപ്പോയിൻറ്റ് ചെയ്യും അല്ലേ, ലിക്വിഡേഷൻ്റെ, അതായത് വൈൻഡിങ് അപ്പിൻ്റെ അല്ലെങ്കിൽ കമ്പനി ക്ലോസ് ചെയ്യുന്ന കംപ്ലീറ്റ് പ്രൊസീജിയറും ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യും. അയാളെയാണ് നമ്മൾ ലിക്വിഡേറ്റർ എന്ന് വിളിക്കുക. അയാളുടെ ഫങ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അയാൾക്ക് കമ്പനിയുടെ കയ്യിലുള്ള അസറ്റൊക്കെ വിൽക്കണം, റിയലൈസ് ചെയ്യണം അല്ലേ, വിൽക്കണം, കൊടുക്കാനുള്ള ലാബിലിറ്റീസൊക്കെ പേ ഓഫ് ചെയ്യണം. ഇതാണ് ഇയാളുടെ മെയിൻ ഡ്യൂട്ടീസ്. ഓക്കെ, ഡ്യൂട്ടീസൊക്കെ ഇതിനകത്ത് തിയറി പാർട്ടിൽ വരുന്നുണ്ട്. മെയിൻ ഡ്യൂട്ടീസ് അസറ്റ് റിയലൈസ് ചെയ്യണം, ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്യണം. ഇനി ലിക്വിഡേറ്റർ വെറുതെ ഇത് ചെയ്യൂല, അതിന് പകരം ലിക്വിഡേറ്റേഴ്സ് വിൽ ചാർജ് കമ്മീഷൻ. ലിക്വിഡേറ്റേഴ്സ് പറയും എനിക്ക് എന്ത് തരണം? കമ്മീഷൻ തരണം. സോ ലിക്വിഡേറ്ററിന് ഇങ്ങനെ കൊടുക്കേണ്ട കമ്മീഷൻ കണ്ടുപിടിക്കുക എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ കംപ്ലീറ്റ് പ്രോസസ്സും ലിക്വിഡേറ്റർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഡ്യൂട്ടി ചെയ്യുമ്പം അയാൾക്ക് കമ്മീഷൻ കിട്ടും. സോ ഈ കമ്മീഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കമ്മീഷൻ്റെ കാര്യം പറയുമ്പം ഇവർ ചെയ്യുന്നതിൽ മെയിൻ ഡ്യൂട്ടി എന്താ? അസറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ വിൽക്കും അല്ലേ, അസറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ വിൽക്കും. അപ്പം ഈ കമ്മീഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഈ അസറ്റ് റിയലൈസ് ചെയ്യുന്നുണ്ടല്ലോ, വിൽക്കുന്ന അസറ്റ് എത്ര അസറ്റ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ലാൻഡ് വിറ്റു, ബിൽഡിങ് വിറ്റു, സ്റ്റോക്ക് വിറ്റു, ഒരു 50,000 രൂപയുടെ ഇത്ര സംഭവങ്ങൾ വിറ്റിട്ടുണ്ട്. അപ്പോൾ ഈ വിറ്റതിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ആയിരിക്കും അവരുടെ കമ്മീഷൻ പ്ലസ്. ഓക്കെ, അപ്പോൾ അസറ്റ് റിയലൈസ് ചെയ്തതിൻ്റെ സർട്ടൺ പെർസെൻറ്റേജ്. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ ഈ 3 എണ്ണവും വിറ്റപ്പം 50,000 ആണ് ലിക്വിഡേറ്ററിന് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ലിക്വിഡേറ്ററിന് കമ്മീഷനായിട്ട് കിട്ടും. പ്ലസ് ലാബിലിറ്റി പേ ഓഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ ലാബിലിറ്റി പേ ഓഫ് ചെയ്യുന്ന സമയത്തും ഇപ്പം നമ്മൾ പറയാം അൺസെക്യൂർഡ് ക്രെഡിറ്ററിന് ഒരു 10,000 രൂപ കൊടുത്തു. ഓക്കെ, ഐ എം സ്റ്റോപ്പിംഗ് വിത്ത് അൺസെക്യൂർഡ് ക്രെഡിറ്റർ. അതെന്തുകൊണ്ട് ഏതുകൊണ്ട് എന്നൊക്കെ ഞാൻ പറയും. ഓക്കെ, അൺസെക്യൂർഡ് ക്രെഡിറ്ററിന് 10,000 കൊടുത്തു. അതിൻ്റെയും ഒരു ഫിക്സഡ് പെർസെൻറ്റേജും ആർക്ക് കമ്മീഷനായിട്ട് കിട്ടും? ലിക്വിഡേറ്ററിന് കമ്മീഷനായിട്ട് കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലിക്വിഡേറ്റേഴ്സിൻ്റെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡേറ്റേഴ്സ് വിൽക്കുന്ന അസറ്റിൻ്റെ സർട്ടൺ പെർസെൻറ്റേജും ലിക്വിഡേറ്റർ പേ ചെയ്യുന്ന ലാബിലിറ്റിയുടെ സർട്ടൺ പെർസെൻറ്റേജും ആയിരിക്കും ഈ ലിക്വിഡേറ്ററിന് കമ്മീഷനായിട്ട് കിട്ടുക. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. ഇനി ഈ അസറ്റ് റിയലൈസ് ചെയ്യുമ്പം എന്തൊക്കെ ഇതിൽ ഉൾപ്പെടണം, എന്തൊക്കെ ഇതിൽ ഉൾപ്പെടണ്ട, ലാബിലിറ്റി പേ ഓഫ് ചെയ്യുമ്പോൾ ഈ ലാബിലിറ്റി എന്ന് പറയുന്ന സംഭവത്തിൽ എന്തൊക്കെ പെടണം, എന്തൊക്കെ പെടണ്ട എന്നൊക്കെയാണ് ഇതിൻ്റെ തിയറി സെക്ഷനിൽ നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റും ഇവിടെ അവർ എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, നൗ കാൽക്കുലേഷൻ ഓഫ് റെമ്യൂണറേഷൻ ഓഫ് ലിക്വിഡേറ്റർ. വെൻ ദ റെമ്യൂണറേഷൻ ഇസ് ടു ബി പെയ്ഡ് ഓൺ അസറ്റ് റിയലൈസ്, ഞാനിപ്പോൾ പറഞ്ഞത് വിറ്റ് അസറ്റ് റിയലൈസ് ചെയ്തതിൻ്റെ സർട്ടൺ പെർസെൻറ്റേജ് ആയിട്ടാണ് കമ്മീഷൻ കൊടുക്കുന്നതെങ്കിൽ അതിനുള്ള ഫോർമാലിറ്റീസും പ്രൊസീജിയേഴ്സൊക്കെയാണ് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വൈൽ കാൽക്കുലേറ്റിംഗ് ദ കമ്മീഷൻ ഓൺ എമൗണ്ട് റിയലൈസ് ഫ്രം അസറ്റ്. സോ ഈ ഒരു 50,000 മേലെ നമ്മൾ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ, അതായത് അസറ്റ് റിയലൈസ് ചെയ്തതിൻ്റെ മുകളിൽ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഈ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റ് ABC നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് പോയിന്റ്, ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റ് തരുമല്ലോടോ അല്ല, ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിൽ കുറേ അസറ്റ്സ് ഉണ്ടാവും, ഇതിനകത്ത് ക്യാഷും ഉണ്ടാവും. ഓക്കെ, ഈ ക്യാഷ് അറ്റ് ബാങ്ക്. സോ ഇതിനെ പറ്റിയാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അസറ്റ് റിയലൈസ് ചെയ്ത കൂട്ടത്തിൽ ക്യാഷും ക്യാഷ് അറ്റ് ബാങ്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ക്യാഷും ക്യാഷ് അറ്റ് ബാങ്കും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഡിപ്പെൻഡ്സ് ഓൺ കണ്ടീഷൻ, അത് നമ്മൾ പറയും. Generally, cash in hand and cash at back should not be included in the amount of
അസറ്റ് റിയലൈസ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ? ക്യാഷ് വിറ്റ് കിട്ടണോടോ? ഇല്ലാലോ, അല്ല. ക്യാഷായിട്ട് ലിക്വിഡായിട്ട് അവിടെ കിടക്കും. അതിന് ലിക്വിഡേറ്റേഴ്സ് അതിന് എക്സ്ട്രാ വർക്കൊന്നും ചെയ്യേണ്ട. സോ ഈ 2 ഐറ്റത്തിനും റിയലൈസ് ചെയ്യുന്നതിന് ഇയാൾക്ക് എന്ത് കിട്ടൂല? കമ്മീഷൻ കിട്ടില്ല. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ. ബട്ട് ചില കേസിൽ, അതാ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ, ചില കേസിൽ നമ്മൾ ഇത് രണ്ടും എടുക്കും. അതെപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. സോ ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ എമൗണ്ട് ഓഫ് അസറ്റ് റിയലൈസ്. ദിസ് ഇസ് ബിക്കോസ് ദേ ആർ ഓൾറെഡി റിയലൈസ്ഡ് ഫോം, അല്ലേ? ഇത് ഓൾറെഡി ക്യാഷ് ഫോമിലാണ് ഉള്ളത്. പിന്നെ എന്ത് ചെയ്യാനാ? നോ എഫേർട്ട് ഇസ് നീഡഡ്, റൈറ്റ്? സോ അത് ഓർമ്മിക്കാം. ഇനി ഇഫ് ദി ലിസ്റ്റ് ഓഫ് അസറ്റ്, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇങ്ങനെ തരുവാണ് ഇന്ന അസറ്റൊക്കെ. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ലിസ്റ്റ് ഓഫ് അസറ്റ് തരുവാണ്. അതായത് ഇന്ന അസറ്റൊക്കെ ലിക്വിഡേറ്റർ വിറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലിസ്റ്റ് തരുന്നു. ആ ലിസ്റ്റിൻ്റെ കൂട്ടത്തിൽ ക്യാഷും ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് ക്യാഷ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് വൈൽ കാൽക്കുലേറ്റിംഗ് കമ്മീഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി വേണം ക്യാഷും ക്യാഷ് അറ്റ് ബാങ്കും അസറ്റ് റിയലൈസ്ഡ് അല്ലെങ്കിൽ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എടുക്കണോ എടുക്കണ്ടയോ എന്ന് തീരുമാനിക്കാൻ. വെറുതെ അസറ്റ് റിയലൈസ്ഡ് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്തെടുക്കണ്ട? ബാക്കി എല്ലാ അസറ്റ് റിയലൈസ് ചെയ്തത് എടുക്കണം. ബട്ട് ക്യാഷും ക്യാഷ് അറ്റ് ബാങ്കും എടുക്കണ്ട. ബട്ട് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറയാണ് ലിസ്റ്റ് ഓഫ് അസറ്റ് തരുന്ന ആ ലിസ്റ്റ് ഓഫ് അസറ്റിൻ്റെ കൂട്ടത്തിൽ ക്യാഷും ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തെടുത്തിരിക്കണം? ക്യാഷും ക്യാഷ് അറ്റ് ബാങ്കും ഏത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കണം? കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം എടുക്കണം. ഓക്കെ. ക്വസ്റ്റ്യൻ വരും, അതിൽ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. സോ ഇഫ് ദ ലിസ്റ്റ് ഓഫ് അസറ്റ് സോൾവ് ബൈ ദ ലിക്വിഡേറ്റർ ക്വസ്റ്റ്യനിൽ തരുന്നു, അതിനകത്ത് ക്യാഷും ബാങ്കൊക്കെ തരുവാണെങ്കിൽ ദിസ് മസ്റ്റ് ബി കൺസിഡേർഡ് ഫോർ കാൽക്കുലേറ്റിംഗ് കമ്മീഷൻ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോട്ട് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് എടുത്തിനോ എടുത്തിട്ടില്ലയോ നമ്മളിവിടെ ഒരു നോട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് നമ്മുടെ ടെക്സ്റ്റിലെ വിനോദ് സാറിൻ്റെ ഒപ്പീനിയൻ. ഓക്കെ. ബി, വിനോദ് സാറിനെ ഞാൻ ഓർമ്മിക്കുന്നത് എന്നെ പഠിപ്പിച്ച സാറാണ്. നല്ല അടിപൊളി ക്ലാസ്സാണ് വിനോദ് സാറിൻ്റെ. ഓക്കെ. ഇൻസ്റ്റെഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് കമ്മീഷൻ. ഇനി അടുത്ത ബി പോയിന്റ്. എ മനസ്സിലായി. എ പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കിനെ പറ്റിയാണ്. നൗ പോയിന്റ് നമ്പർ ബി. ബി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അഗെയിൻ ഞാനൊരു ബാലൻസ് ഷീറ്റ് പറയുവാണ്. ഇവിടെ ഒരു ലോൺ ഉണ്ട്, ഇവിടെ ഒരു ലാൻഡ് ഉണ്ട്. ഓക്കെ. സോ ഈ ലാൻഡിൻ്റെ വാല്യൂ ഈസ് 1 lakh ആൻഡ് ഈ ലോണിൻ്റെ വാല്യൂ ഈസ് 60,000. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇത് സെക്യൂർഡ് ലോണാണ് ആൻഡ് ഇറ്റ് ഈസ് സെക്യൂർഡ് ഓൺ ലാൻഡ്. അതായത് ഇത് ലാൻഡ് പണയം വെച്ചിട്ട് എടുത്തതാണ് ഈ ലോൺ. ഓക്കെ. സോ നമുക്കറിയാം, നമ്മൾ ലിസ്റ്റ് ഏത് ലിസ്റ്റിലാണ് എഴുതുക? ലിസ്റ്റ് നമ്പർ ബിയിൽ നമ്മൾ ഈ സെക്യൂർഡിൻ്റെ കാര്യങ്ങൾ കാണിക്കും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. ഇവിടെ ലാൻഡ് എന്ന് നമ്മൾ എഴുതും ആൻഡ് ഇറ്റ് ഈസ് 1 lakh ആണ്. കൊടുത്തു തീർക്കാനുള്ളത് ലോണിൻ്റെ എമൗണ്ട് 60,000 ആണ്. ഡെഫിസിറ്റ് ആണോ സർപ്ലസ് ആണോ? സർപ്ലസ് ആണ്, 40,000. ഓക്കെ. സോ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു അസറ്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഓൾറെഡി പ്ലഡ്ജ് ചെയ്ത ഒരു അസറ്റ് ഉണ്ടെങ്കിൽ, ഈ ക്വസ്റ്റ്യനിൽ ഈ ലാൻഡ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു സിനാരിയോ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അസറ്റ് റിയലൈസ്ഡ് എന്നുള്ള കൂട്ടത്തിൽ ഈ ലാൻഡിനെ എടുക്കണോ എടുക്കണ്ടയോ എന്നാണ് നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ പറയാൻ പോകുന്നത്. ഓക്കെ. ഈ ഒരു സംഭവത്തിൽ പറയാം, ഇവിടെ ഇത് ലോണിനാണ് സെക്യൂർ ചെയ്തത്. ഫോർ ബാങ്ക് ലോണാന്ന് വെച്ചോ. ഓക്കെ. നിങ്ങളൊരു ലോൺ എടുത്താൽ നമ്മളത് അടച്ചിട്ടില്ലെങ്കിൽ നമ്മളെ തേടി അവർ വന്നിട്ട് നമ്മളെ ലാൻഡ് അവിടെ ജപ്തി ചെയ്ത് കൊണ്ടുപോകില്ലേ? സോ ലിക്വിഡേറ്റേഴ്സ് എന്ത് ചെയ്യണ്ട? എക്സ്ട്രാ ഒരു എഫേർട്ടും എടുക്കണ്ട. ഈ സെക്യൂർഡ് ക്രെഡിറ്റർ എന്ന് വിളിക്കുക, അല്ലേ? നമ്മൾ ഈ സെക്യൂർഡ് ക്രെഡിറ്റർ ആരാണോ, ഈ ലോണ് നമ്മൾ ആരെടുത്തു നിന്നാണ്, ഈ കമ്പനി ആരെടുത്തു നിന്നാണോ ലോണ് വാങ്ങിച്ചത്, നമുക്കൊരു ബാങ്ക് വരെ, കാനറ ബാങ്ക് എന്ന് നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ. സോ ഈ കാനറ ബാങ്കുകാരൻ കമ്പനിയിൽ വന്നിട്ട് ഈ ലാൻഡ് വിറ്റിട്ട് അവരുടെ 60,000 എടുത്തുകൊണ്ട് പോകും. അതിന് ലിക്വിഡേറ്റർ ഒരു എക്സ്ട്രാ എഫേർട്ടും എടുക്കേണ്ട ആവശ്യമില്ല. സോ അത്രയും പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ലാൻഡിൽ 60,000 ആണ് ആരുടേത്? നമ്മുടെ ലോണായിട്ടുള്ളത്. സോ ഈ പാർട്ട് ഇവർ കാനറ ബാങ്കുകാർ അവരുടെ എഫേർട്ടിൽ ഈ 60,000 പിടിച്ചുകൊണ്ട് പോകും. ബട്ട് ലിക്വിഡേറ്റ് ഇപ്പം ഈ 1 lakhൻ്റെ അസറ്റാണ് ഈ കാനറ ബാങ്കുകാരൻ വിറ്റിട്ട് അവരുടെ 60,000 എടുക്കുന്നത്. ഓക്കെ. ഐ എം യൂസിങ് വെരി സിമ്പിൾ ലാംഗ്വേജ്. ഇതിന് ടെക്നിക്കലി പല വേർഡ്സും ഉണ്ട്. ഫോർ എ BCom സ്റ്റുഡൻറ്റ് ഇറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. ഓക്കെ.
സോ 1 ലാഖിൻ്റെ അസറ്റ് കനറ ബാങ്കുകാരൻ വിറ്റ് 60,000 എടുത്തു. 40,000 ഈ കനറ ബാങ്കുകാരൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ലിക്വിഡേറ്റേഴ്സ് എന്ത് തിരിച്ചു പിടിച്ചിരിക്കണം? 60 കഴിച്ച് ബാക്കി 40 ഉണ്ടല്ലോ, അത് തിരിച്ചു പിടിക്കാൻ ഈ ലിക്വിഡേറ്റർ സംടൈംസ് എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും. സോ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ സർപ്ലസ് വാല്യൂ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ ഇൻ ജനറൽ കേസ്. അതിലും ചില എക്സംഷൻ അല്ലെ കണ്ടീഷൻസ് നമ്മളിപ്പോൾ പറയും. അഗെയിൻ റിപ്പീറ്റിംഗ്, 1 ലക്ഷത്തിൻ്റെ ലാൻഡിന് 60,000 ലോണിന് വേണ്ടി പ്ലഡ് ചെയ്തു. സോ ഈ 60,000 ഇത് കനറ ബാങ്ക് തന്നെ ലാൻഡ് വിറ്റിട്ട് 60,000 കൊണ്ടുപോയിക്കോളും. ബട്ട് ഈ എക്സ്ട്രാ വരുന്ന 40,000 ഈ സെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ അടുക്കിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ഈ ലിക്വിഡേറ്റർ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും. സോ ദാറ്റ് ഷുഡ് ഫോം എ പാർട്ട് ഓഫ് കാൽക്കുലേഷൻ ഓഫ് കമ്മീഷൻ. സർപ്ലസ് വരുന്ന മാത്രമേ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഭാഗം ആവുകയുള്ളൂ. ഇതിലും സെയിം ക്യാഷും ബാങ്കിലും പറഞ്ഞ പോലെ തന്നെ ഇനി ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയുന്നു, സെക്യൂർഡ് ക്രെഡിറ്റർ അല്ലെങ്കിൽ ആ സെക്യൂർ ചെയ്ത ലാൻഡ് അല്ലെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് വാല്യൂവും കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കണം എന്ന് ക്വസ്റ്റ്യനിൽ പറയുവാണെങ്കിൽ ഈ 1 ലാഖും എന്തിൽ ഇൻക്ലൂഡ് ചെയ്യണം? കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ സർപ്ലസ് മാത്രം എടുത്താൽ മതി. ദാറ്റ് ഈസ് യുവർ പോയിന്റ് നമ്പർ ബി. വായിക്കണമെന്നില്ല. ഇറ്റ് ഈസ് നോർമലി സെക്യൂർ ക്രെഡിറ്റർ. ഓക്കെ, യു റീഡ് ഇറ്റ്. ഓക്കെ, സ്ക്രീൻഷോട്ട് വേണ്ടവർ എടുക്കാം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നമ്പർ സി. അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ്, അതായത് ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും പറയുന്നില്ലെങ്കിൽ ലിക്വിഡേറ്റർ, അതായത് കോൾസ് ഇൻ എരിയർ, കോൾ മണി റിയലൈസ്ഡ്, ഇതിൻ്റെ മേളെയൊന്നും നമ്മൾ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. സോ ഇതൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഏതൊക്കെ? കോൾസ് ഇൻ എരിയർ ആൻഡ് കോൾസ് മണി റിയലൈസ്ഡ്. ഓക്കെ, നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മെയിൻലി അസറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഏതൊക്കെ അസറ്റ് റിയലൈസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് ലിക്വിഡേറ്റേഴ്സിന് എടുക്കാവുന്നതാണ്. ദാറ്റ് കമ്പനീൻ്റെ മീറ്റിങ്ങിലോ കോർട്ടോ ആണ് ഈ പെർസെൻറ്റേജ് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അതിൽ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെ ക്യാഷ് അറ്റ് ബാങ്ക് വരുമ്പോഴും സെക്യൂർഡ് ആയിട്ടുള്ള വല്ല അസറ്റ് വരുമ്പോഴും എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് എയും ബിയിലും നമ്മൾ പറഞ്ഞത്. ഓക്കെ, നൗ ദാറ്റ് പാർട്ട് ഇസ് ഓവർ. ഇനി നമ്മൾ പറഞ്ഞു അസറ്റ് റിയലൈസ് ചെയ്തതിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് നമ്മളിപ്പോൾ സംസാരിച്ചു. നൗ ലാബിലിറ്റി പേ ഓഫ് ചെയ്യുന്നതിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ്. ഓക്കെ, ലാബിലിറ്റി പേ ഓഫ് ചെയ്യുന്നതിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജിൽ അൺസെക്യൂർഡ് ക്രെഡിറ്ററിനെ മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ, അൺസെക്യൂർഡ് ക്രെഡിറ്റർ. ഓക്കെ, സെക്യൂർഡ് ക്രെഡിറ്റർ ആണെങ്കിൽ ദേ ദംസെൽഫ് വിൽ റിയലൈസ് ദാറ്റ് എമൗണ്ട് അല്ലേ, അവർ തന്നെ എന്ത് ചെയ്യും? ആ കിട്ടേണ്ട പൈസ, ബിക്കോസ് ദേ ആർ സെക്യൂർഡ് ഓൺ ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ മുകളിൽ സെക്യൂർഡ് ആയിരിക്കും. സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, റെമ്യൂണറേഷൻ ഇസ് ടു ബി പെയ്ഡ് ഓൺ ദ പേയ്മെൻറ്റ് മെയ്ഡ് ടു ദി അൺസെക്യൂർഡ് ക്രെഡിറ്റർ. ഓക്കെ, അൺസെക്യൂർഡ് ക്രെഡിറ്ററിന് കൊടുക്കുന്നതിൻ്റെ സർട്ടൺ പെർസെൻറ്റേജ്. ഓക്കെ, സംടൈംസ് എമൗണ്ട് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സും വരും. അത് നിങ്ങൾക്ക് ഉണ്ട് 3 എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് അതും നോക്കാം. സോ ദിസ് ഇസ് യുവർ സെക്കൻഡ് പോയിന്റ്. ഇതിലും നമ്മൾ എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റ് കാണാം. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ക്വസ്റ്റ്യനിൽ കണ്ടാൽ എടുക്കണോ എടുക്കണ്ടയോ എന്നുള്ളതാണ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ മസ്റ്റ് ഓൾസോ ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ബിക്കോസ് ദേ ആർ ഓൾസോ അൺസെക്യൂർഡ് ക്രെഡിറ്റർ. സോ ലിക്വിഡേറ്റേഴ്സിൻ്റെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അൺസെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ കൂട്ടത്തിൽ ആരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററിന് പേ ചെയ്ത എമൗണ്ടിൻ്റെയും സർട്ടൺ പെർസെൻറ്റേജ് ലിക്വിഡേറ്ററിന് കമ്മീഷനായിട്ട് കിട്ടും. ഓക്കെ, നൗ ദിസ് വൺ ബി ആൻഡ് സി, ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എമൗണ്ട് സഫിഷ്യൻ്റ് ആണോ അൺസെക്യൂർഡ് ക്രെഡിറ്ററിനെങ്കിൽ എങ്ങനെ കാൽക്കുലേഷൻ വേണം? ഇനിയല്ല, എമൗണ്ട് സഫിഷ്യൻ്റ് അല്ലെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദിസ് ഓൾസോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഐ ഫോർഗോട്ട് ദ ക്വസ്റ്റ്യൻ നമ്പർ. ഐ തിങ്ക് ദിസ് ഇസ് യുവർ ഇല്ലുസ്ട്രേഷൻ നമ്പർ 4-നകത്ത് നമുക്ക് 2% ഓൺ അൺസെക്യൂർഡ് ക്രെഡിറ്ററിന് എന്ന് പറഞ്ഞിട്ടുണ്ടായി. സോ നമുക്കിവിടെ അൺസെക്യൂർഡ് ക്രെഡിറ്ററിന് കൊടുക്കേണ്ട പൈസ തികയുന്നുണ്ടായിട്ടില്ല. ഓക്കെ, ബാലൻസ് വന്നപ്പം അൺസെക്യൂർഡ് ക്രെഡിറ്ററിന് വി ഹാവ് ടു പേ 2,24,000 ബട്ട് നമ്മുടെ കയ്യിൽ ഇനഫ് ക്യാഷ് ഉണ്ടായിരുന്നില്ല. ആ കേസിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്ന് ഞാൻ നിങ്ങളെ അവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായി അല്ലേ? ഓക്കെ,
സോ ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ഇറ്റ് അഗെയിൻ. സോ നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ നമ്പർ ഞാൻ ഓർക്കുന്നില്ല, നിങ്ങൾ പോയിട്ട് കാണണം. സോ അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇഫ് ദ ബാലൻസ് എമൗണ്ട് അവൈലബിൾ ഇസ് സഫിഷ്യൻ്റ് ആണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, നോട്ട് സഫിഷ്യൻ്റ് ആണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. സഫിഷ്യൻ്റ് ആണെങ്കിൽ, ലെറ്റ് മീ ടേക്ക് എ പെൻസിൽ. സഫിഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പം 1,00,000 അവർക്ക് കൊടുക്കാനുള്ളതെങ്കിൽ 1,00,000 ഇൻറ്റു 2% ആണെങ്കിൽ 2/100. ഇഫ് നമുക്ക് നമ്മൾ കയ്യിൽ നമ്മളൊരു ഓർഡർ ഉണ്ടല്ലേ പേയ്മെൻറ്റ് ചെയ്യുന്ന, അപ്പോൾ ഓർഡറിൽ അൺസെക്യൂർഡ് ക്രെഡിറ്ററിന് കൊടുക്കാൻ ആവശ്യത്തിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്നതിൻ്റെ 2% കാണും. ഇനി അല്ല നമ്മളെ കയ്യിൽ അങ്ങനെ കൊടുക്കാൻ ഫുൾ എമൗണ്ട് ഇല്ലെങ്കിൽ, ഇപ്പം 1,00,000 കൊടുക്കാനുണ്ട്, ബട്ട് നമ്മളെ കയ്യിൽ എമൗണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് 95,000 ആണെങ്കിൽ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഇൻറ്റു 2/102. ഇഫ് 2% ആണ് കമ്മീഷൻ എങ്കിൽ കേട്ടോ, 2% ആണ് നമ്മുടെ കമ്മീഷൻ എങ്കിൽ 2/102 ചെയ്യണം. അല്ലാത്ത കേസിൽ 2/100 ചെയ്യണം. എൻ്റെ അടുത്ത് ഏതൊരു കുട്ടി ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായി, വൈ ലൈക്ക് ദിസ്. എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ ഞാൻ വോയിസ് അയച്ചു തരാം. എനിക്ക് അവിടെ ഈ കമൻറ്റ് സെക്ഷനിൽ കുറേ ടൈപ്പ് ചെയ്യാനുണ്ടാകുമ്പോൾ എനിക്ക് മടിയാണ്. ഓക്കെ, സോ ഞാൻ വോയിസ് നോട്ട് അയക്കാൻ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ ആണേ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇതും. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ്. ഓക്കെ, നൗ പോയിന്റ് നമ്പർ 3 ആണ്. നമ്മൾ ഒരു ഓർഡർ പഠിച്ചിട്ടുണ്ടായി, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് പേ ഓഫ് ചെയ്താൽ നെക്സ്റ്റ് വി ഹാവ് ടു ലിക്വിഡേറ്റർ പേ ഓഫ് ചെയ്യേണ്ടത് പ്രിഫറൻസ് ഷെയർ ഹോൾഡറിനും ഇക്വിറ്റി ഷെയർ ഹോൾഡറിനും. ഓക്കെ, സംടൈംസ് ഇതിൻ്റെയും ഒരു പെർസെൻറ്റേജ്, ഇവർക്ക് പേ ചെയ്യുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജും കമ്മീഷനായിട്ട് അവർക്ക് കിട്ടും. അങ്ങനെയുള്ള കേസാണ് പോയിന്റ് നമ്പർ 3 എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ റയറായിട്ടാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ പെർസെൻറ്റേജും നമ്മുടെ അസറ്റ് വിൽക്കുന്നതിൻ്റെ പെർസെൻറ്റേജുമാണ് മെയിൻലി കണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസും കൂടെ ഓർമ്മിച്ച് വെക്കുക, വന്നാൽ നമ്മൾ എഴുതാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സോ വെൻ ദ റെമ്യൂണറേഷൻ ഈസ് പെയ്ഡ് ഓൺ എമൗണ്ട് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. സംടൈംസ് ലിക്വിഡേറ്റേഴ്സിന് കമ്മീഷൻ കിട്ടും ഓൺ ദ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഷെയർ ഹോൾഡേഴ്സ്. ഇൻ സച്ച് കേസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? അൺസെക്യൂർഡ് ക്രെഡിറ്ററിന് പേ ചെയ്തിട്ട് എമൗണ്ട് ലെഫ്റ്റ്, ബാക്കി വരുന്ന എമൗണ്ട്, അതാണ് എമൗണ്ട് അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്. ഒരു അധിക കേസിലും ഇപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡർ പ്ലസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ 5 ലക്ഷം ആണെങ്കിൽ അധിക ലിക്വിഡേഷൻ്റെ സമയത്ത് നമ്മുടെ കയ്യിൽ ഈ അൺസെക്യൂർഡ് ക്രെഡിറ്ററിന് കൊടുത്ത 5 ലക്ഷമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, 5 ലക്ഷമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ അപ്പം നമ്മൾ കാൽക്കുലേഷൻ വരിക എമൗണ്ട് അവൈലബിൾ ഫോർ ഷെയർ ഹോൾഡേഴ്സ്, അതായത് അൺസെക്യൂർഡ് ക്രെഡിറ്ററിന് കൂടെ കൊടുത്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട്, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ 2% ആണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 100 + 2. ഓക്കെ, ബിക്കോസ് ഒരിക്കലും എമൗണ്ട് സഫിഷ്യൻ്റ് ആയിരിക്കില്ല, ഇൻസഫിഷ്യൻ്റ് ആൻഡ് നമുക്കത് മുമ്പേ അറിയാനും പറ്റില്ല. സോ യു ഹാവ് ടു കാൽക്കുലേറ്റ് ലൈക്ക് ദിസ്. ഇനി ചില കേസിൽ പറയും, പ്രത്യേകം എടുത്ത് പറയും, കമ്മീഷൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേയ്മെൻറ്റിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പം പ്രിഫറൻസ്, ഇപ്പം നമ്മളിവിടെ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് വരയുമ്പം അൺസെക്യൂർഡ് ക്രെഡിറ്ററിന് പേ ചെയ്തു, മുമ്പേ ഉള്ളതെല്ലാം എഴുതണേ, ലിക്വിഡേറ്റീവ് എക്സ്പെൻസ് ഒക്കെ എഴുതാം. അൺസെക്യൂർഡ് ക്രെഡിറ്ററിന് പേ ചെയ്തു, പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡറിനും പേ ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. ഓക്കെ, ഈ ബാക്കി വരുന്ന ഈ ബാലൻസ് എമൗണ്ടിൻ്റെ മുകളിൽ വേണം കമ്മീഷൻ കാണാൻ. ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഡിവൈഡഡ് ബൈ, അതും അഗെയിൻ 100 + this one 102 വരും, 2/102 ഇഫ് ദ കമ്മീഷൻ ഇസ് 2%. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ ഒരു ചുരുക്കം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയുവാണ്. അസറ്റ് റിയലൈസ്ഡിൻ്റെ പെർസെൻറ്റേജ് കാണുമ്പം ക്യാഷ് ബാങ്ക് ഇത് എടുക്കേണ്ട കാര്യമില്ല. ബട്ട് ക്വസ്റ്റ്യനിൽ വിറ്റ അസറ്റിൻ്റെ കൂട്ടത്തിൽ ക്യാഷും ബാങ്കും തരുവാണെങ്കിൽ നിങ്ങൾ ഇത് എടുക്കണം, അല്ലാത്ത കേസിൽ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. 2, സെക്യൂർഡ് ആയിട്ടുള്ള വല്ല അസറ്റും ഉണ്ടെങ്കിൽ
സർപ്ലസ് വരുന്ന എമൗണ്ടിന് മാത്രമേ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു അസറ്റിൻ്റെ കൂട്ടത്തിൽ എടുക്കേണ്ട കാര്യമുള്ളൂ. ഇതും ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ഫുൾ സെക്യൂർഡ് അസറ്റിൻ്റെ ഫുൾ എമൗണ്ട് എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഫുൾ എമൗണ്ട് എടുക്കണം, അല്ലെങ്കിൽ സർപ്ലസ് മാത്രം എടുത്താൽ മതി. നെക്സ്റ്റ് കോൾസ് ഇൻ ഏരിയർ അല്ലെങ്കിൽ കോൾസ് എന്തേലും ദിസ് വൺ കോൾ മണി റിയലൈസ്ഡ്, റൈറ്റ്? കോൾ മണി റിയലൈസ്ഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും റെമ്യൂണറേഷൻ അല്ലെങ്കിൽ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ പാടില്ല. നൗ യുവർ സെക്കൻഡ് പോയിന്റ് ഇസ് പേയ്മെൻറ്റ് ടു അൺസെക്യൂർഡ് ക്രെഡിറ്ററിന് കൊടുക്കുന്നതിൻ്റെ സർട്ടൺ പെർസെൻറ്റേജ് ആണ് കമ്മീഷൻ എങ്കിൽ അൺസെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ കൂട്ടത്തിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനെയും ഉൾപ്പെടുത്തണം. ഇനി സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ എന്താണ്? അൺസെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ എമൗണ്ട് ഇൻറ്റു 2% ആണെങ്കിൽ 2/100. ഇനി നോട്ട് സഫിഷ്യൻ്റ് ആണെങ്കിൽ, അതായത് പേ ചെയ്യാനുള്ള എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ എത്രയാണോ പേ ചെയ്യാനുള്ള എമൗണ്ട് അവൈലബിൾ ഇൻറ്റു 2/102 വരും. ഓക്കെ, നൗ പോയിന്റ് നമ്പർ 3. ഇക്വിറ്റി ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ കിട്ടുവാണെങ്കിൽ കാൽക്കുലേഷൻ എമൗണ്ട് അവൈലബിൾ, ബാക്കി വരുന്ന എമൗണ്ട് ആർക്കൊക്കെ പേ ചെയ്തിട്ട് അൺസെക്യൂർഡ് ക്രെഡിറ്റർ വരെ പേ ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് അവൈലബിൾ ഇൻറ്റു 3% ആണെങ്കിൽ 3/103. ഇനി ചില കേസിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് ഉണ്ടാവില്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ പേയ്മെൻറ്റിന് മാത്രം കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മൾ അൺസെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ പേയ്മെൻറ്റ് കഴിഞ്ഞ് പ്രിഫറൻസ് ഷെയർ ഹോൾഡറിൻ്റെ പേയ്മെൻറ്റും കഴിഞ്ഞ് ബാക്കി വരുന്ന എമൗണ്ട് അവൈലബിൾ ഇൻറ്റു 3/103 ഇഫ് കമ്മീഷൻ്റെ പെർസെൻറ്റേജ് 3 ആണെങ്കിൽ. ഇത്രയുമാണ് നിങ്ങളുടെ ആ തിയറി പാർട്ടിലുള്ളത്. നൗ വി വിൽ ഡു എക്സാമ്പിൾ നമ്പർ 2. ഓക്കെ, എക്സാമ്പിൾ നമ്പർ 2. ലിക്വിഡേറ്റർ ഓഫ് എ കമ്പനി ഇൻ എ വോളണ്ടറി ലിക്വിഡേഷൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. ഞാൻ അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി ഒക്കെ മനസ്സറിഞ്ഞ് ചെയ്ത ക്ലാസ്സുകളാണ്, ബട്ട് ഐ ഡോണ്ട് നോ വ്യൂസൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്, ബട്ട് എനിക്ക് അറിയണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ. ഓക്കെ, സോ പറ്റുവാണെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നോ കമ്പൽഷൻ. ദ ലിക്വിഡേറ്റർ ഓഫ് എ കമ്പനി in voluntary liquidation is entitled to a remuneration of 3% on amount realized. That means asset realize ചെയ്തതിൻ്റെ 3%, excluding cash in hand. ഇവിടെ എന്ത് പാടില്ല? ക്യാഷ് എടുക്കാൻ പാടില്ല. And 2% on amount distributed to the unsecured creditor. 2% unsecured creditor. Unsecured creditorനകത്ത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ഒരു 5000 ഉണ്ട്, amounted to 40,000. Unsecured creditor including preferential creditor 5,000 amounting 40,000. So unsecured creditor total 40,000 ആണ്, അതിൽ 5000 preferential creditor ആണ്. Debenture holder were paid 51,875 together with interest. Debenture holderന് പേയ്മെൻറ്റ് നടത്തിയ പൈസ ഇവിടെ തന്നിട്ടുണ്ട്. Preferential creditor paid in full. Preferential കാരന് ഫുൾ കൊടുത്തു. 510 were spent on cost of liquidation. Cash in hand തന്നിട്ടുണ്ട്. അസറ്റ് റിയലൈസ് ചെയ്തതിൻ്റെ 3%. സോ എത്ര അസറ്റ് റിയലൈസ് ചെയ്തെന്ന് തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ. കുട്ടികൾക്ക് എപ്പോഴും ഈ ഒരു സംഭവം ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, ഭയങ്കര പ്രശ്നമാണ്. അത് എന്തുകൊണ്ട് ഏതുകൊണ്ട് എന്നൊക്കെ നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിന് ഈ ഒരു വേയിൽ നമ്മൾ രണ്ടാമത് പഠിക്കും. ഫസ്റ്റ് നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആവും. പിന്നെ നിങ്ങൾ ഈ സംഭവം വായിക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ ഇങ്ങനെയുള്ളൊരു വേയിൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുവാണ്. ഈ പേയ്മെൻറ്റ് നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് ഞാനിവിടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആണ് മനസ്സിൽ കാണുന്നത്. ഓക്കെ, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്. അപ്പം ഇവിടെ ഞാൻ റിസീറ്റും എഴുതും, ഇവിടെ നമ്മൾ പേയ്മെൻറ്റും എഴുതും അല്ലേ. അപ്പോൾ റിസീറ്റിൽ നമ്മൾ അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമ്മളെ കയ്യിൽ 79,000. കൂടാണ്ട് നമുക്ക് ക്യാഷ് ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, എത്രയാടോ 1000. അപ്പോൾ ഇത്രയും പൈസ നമ്മളെ കയ്യിലുണ്ട് പേ ഓഫ് ചെയ്യാൻ അല്ലേ. നമ്മുടെ ലാബിലിറ്റി പേ ഓഫ് ചെയ്യാൻ വി ഹാവ് ടോട്ടൽ എത്ര എമൗണ്ട് ആടാ? 80,000 ഇസ് വിത്ത് അസ്. കമ്പനിയുടെ കയ്യിൽ 80,000 രൂപയുണ്ട്, സംശയമൊന്നുമില്ലല്ലോ. ഇല്ല, ഇതിൽ നമുക്കൊരു ഓർഡർ ഉണ്ട്, റൈറ്റ്?
ഓർഡറിൽ ആദ്യം നമ്മൾ എഴുതുക കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ ആണ്, ലിക്വിഡേഷൻ എക്സ്പെൻസ് ദാറ്റ് ഇസ് 510. രണ്ടാമത് നമ്മൾ എഴുതുക റെമ്യൂണറേഷൻ ആണ്, റെമ്യൂണറേഷൻ ടു ലിക്വിഡേറ്റർ. ഈ റെമ്യൂണറേഷൻ ടു ലിക്വിഡേറ്ററിൽ നമുക്ക് രണ്ട് രീതിയിൽ തന്നിട്ടുണ്ട്, എ ആൻഡ് ബി. ഓക്കെ, എ ആൻഡ് ബി. അതിൽ ഒന്നാമത് പറയുന്നത് റെമ്യൂണറേഷൻ ഓഫ് 3% ഓൺ എമൗണ്ട് റിയലൈസ്ഡ് എക്സ്ക്ലൂഡിങ് ക്യാഷ്. സോ ക്യാഷ് അല്ലാത്തത്. അപ്പോൾ ഏതാ ഇത്? 79,000. അപ്പം 79,000ൻ്റെ 3% നമുക്ക് റെമ്യൂണറേഷൻ ആണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2370 കിട്ടും. ഓക്കെ, അഗെയിൻ ദേ ആർ ടെല്ലിങ് 2% ഓൺ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു അൺസെക്യൂർഡ് ക്രെഡിറ്റർ. അൺസെക്യൂർഡ് ക്രെഡിറ്ററിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2%. നമുക്കതറിയില്ല. അറിയില്ലല്ലോ? ഇല്ല, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇനി ഓർഡർ എടുത്തേ. ഓർഡർ ഇപ്പം നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് കം ലിക്വിഡേഷൻ എക്സ്പെൻസ് കഴിഞ്ഞു, എക്സ്പെൻസ് ഇല്ല, കോസ്റ്റ് കഴിഞ്ഞു, ലിക്വിഡേഷൻ റെമ്യൂണറേഷൻ കഴിഞ്ഞു. വി ഹാവ് ടു പേ ഡിബെഞ്ചർ ഹോൾഡർ. ഇവിടെ തന്നിട്ടുണ്ട് ഡിബെഞ്ചർ ഹോൾഡറിന് എത്രയാണ് പേ ചെയ്തതെന്ന്, 51,875. സോ ഞാനിവിടെ എഴുതുവാണ് ഡിബെഞ്ചർ ഹോൾഡറിൻ്റെ പേയ്മെൻറ്റ് 51,875. ഓക്കെ, നൗ ഓർഡറിൽ നെക്സ്റ്റ് കംസ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ. ഓക്കെ, സോ ഞാനിവിടെ എഴുതുവാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ. എത്രയുടെ എമൗണ്ട് പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററിൽ? ലെറ്റ് മീ സീ എടുത്തു. 5,000. സോ ഞാൻ അതും ഇവിടെ എഴുതി. ഓക്കെ, നൗ ബാലൻസ് അവൈലബിൾ. ഇനി എനിക്ക് കൊടുക്കാനുള്ളതായിരിക്കാടോ അൺസെക്യൂർഡ് ക്രെഡിറ്ററിന്. ഓക്കെ, അൺസെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ ടോട്ടൽ എമൗണ്ട് 40,000 ഇൻക്ലൂഡിങ് ഈ 5,000. ഈ 5ഉം കൂടി കൂട്ടിയിട്ട് 40,000 ആണ്. ഇനി നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് നോക്കിയേ. എല്ലാവരും ഒന്ന് ബാലൻസ് ചെയ്തേ. 10,000 കയ്യിലുണ്ട്, 80,000 കയ്യിലുണ്ട്, 510 ലിക്വിഡേറ്റേഴ്സിൻ്റെ കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ. ദിസ് വൺ റെമ്യൂണറേഷനിൽ ഒരെണ്ണം എ മാത്രം നമുക്കറിയാം, 2370 ലെസ് ചെയ്തു. പേയ്മെൻറ്റ് ടു ഡിബെഞ്ചർ ഹോൾഡറിന് കൊടുത്തു. ഓക്കെ, ആൻഡ് ഇത് അവിടെ വെച്ചോ. ബാക്കി വരുന്നത് 25,245 ആണ്. 25,245. ഓക്കെ, അതിൽ 5,000 പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആണ്. ബട്ട് നമുക്കറിയാം കമ്മീഷൻ്റെ കാൽക്കുലേഷനിൽ അൺസെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ കൂട്ടത്തിൽ ആരും കൂടെ വരണം? പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററും കൂടെ വരണം. ഇവിടെ 2% കാണുമ്പം അൺസെക്യൂർഡ് ക്രെഡിറ്ററിൻ്റെ പേയ്മെൻറ്റിൻ്റെ കൂടെ ആരും കൂടെ വരണം? ഇതും കൂടെ വരണം. സോ ഇവർക്ക് ഈ രണ്ടു പേർക്കും കൊടുക്കാൻ ബാലൻസ് ആയിട്ടുള്ള എമൗണ്ട് എത്ര? 25,245. ഞാനിത് എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാനിത് എടുക്കാൻ? ബിക്കോസ് റെമ്യൂണറേഷൻ്റെ കാൽക്കുലേഷനിൽ ആരും കൂടെ വരണം? പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററിന് കൊടുക്കുന്നതും കൂടെ വരണം. സോ ഇത് രണ്ടും ഒരേപോലെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ബാക്കി വരുന്നത് 25,245. ഞാനിത് എടുക്കാത്തതിൻ്റെ റീസണും ഇപ്പോൾ പറഞ്ഞു. 25,245. അപ്പോൾ ഈ 25,245ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണോ? 2/2 തികയുന്നുണ്ടോ നോക്കാം ആദ്യം. സഫിഷ്യൻ്റ് ആണോ? നോ. 40,000 ഉണ്ട്, ബട്ട് നമ്മളെ കയ്യിൽ എത്രയേ ഉള്ളൂ? സഫിഷ്യൻ്റ് അല്ല. സഫിഷ്യൻ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എമൗണ്ട് അവൈലബിൾ ഇൻ 2% ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് പ്ലസ് 100 പ്ലസ് പെർസെൻറ്റേജ് 2/102. ഇത് ചെയ്യാം. ഇൻറ്റു 2 divided by 102. You will get 495. അപ്പോൾ ഇവിടെ നമ്മൾ 495 ഇടണം. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇവിടെ ലിക്വിഡേറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ എത്രയാണെന്നാണ്. അപ്പോൾ ലിക്വിഡേറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ എത്രയാണ്? 2370. അസറ്റ് റിയലൈസ് ചെയ്തതും 495. ക്രെഡിറ്റേഴ്സ്. സി 2865 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. അതാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ. സി ഓക്കെ, സോ നിങ്ങൾക്കറിയുന്ന കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എല്ലാ കുട്ടികൾക്കും ഇതെന്താ സംഭവം എന്ന്, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കും ചിലർക്കെങ്കിലും ഇതെന്താ സംഭവം എന്ന് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഇതാണ് സംഭവം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ കാൽക്കുലേഷൻ പോകുന്നത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഇത് ഇങ്ങനെ എഴുതണം. ഓക്കെ, ഇനി പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാനിവിടെ ക്ലിയർ ചെയ്യാം. ഇവിടെ 5,000 എഴുതാം. 5,000 എഴുതുക. ഇനി ബാക്കി വരുന്നത് ഒന്നുകൂടെ ഇത് നമ്മൾ 2524 ഒന്നുകൂടെ നിങ്ങളിത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 20,245 കിട്ടും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. സോ ഈ ഭാഗം 80,000, ഈ ഭാഗം ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവുക. ബട്ട് റെമ്യൂണറേഷൻ അപ്പോൾ ഇവിടെ 5,000 കൂടെ എഴുതണേ.
ഇതായിരിക്കും നിങ്ങളുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്. ബട്ട് വാട്ട് വി വാണ്ട് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ, അതിൻ്റെ കാൽക്കുലേഷനാണ് പറഞ്ഞത്. അതിൽ ഏതും കൂടെ പെടണം, പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററും കൂടെ വരണം. സോ ദിസ് ഈസ് ദ കാൽക്കുലേഷൻ. ഇനി ഇതിലെന്താ ചെയ്തത് നോക്കാം. നമ്മൾ ചെയ്ത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ആദ്യം തന്നെ അവർ കമ്മീഷൻ നമ്മുടെ ഈ അസറ്റിൻ്റെ മേലെയുള്ള ഈ 2370 അവരവിടെ എഴുതി 2370. ഓക്കെ. സോ 2370 എഴുതി. അടുത്തത് ടോട്ടൽ എമൗണ്ട് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആണ് അവരിവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇത് 80,000, ദിസ് പ്ലസ് ദിസ് വൺ, അസറ്റ് റിയലൈസ് പ്ലസ് 10,000. ഓക്കെ. ഇനി അവർ ലെസ് ചെയ്തിരിക്കുന്നു ലിക്വിഡേഷൻ എക്സ്പെൻസ് 510. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ ഈ സംഭവം അല്ലേ, നമ്മൾ ലെസ് ചെയ്ത സംഭവം തന്നെ അവരിങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇവിടെ അവരത് എഴുതിയത് നിങ്ങൾ നോക്കണ്ട, ഇവിടെ ഒരു വലിയ വരയാണ് വരഞ്ഞു, അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. ലെസ് ചെയ്യേണ്ട എമൗണ്ട് 510, ലെസ് ചെയ്യേണ്ട എമൗണ്ട് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ 230, ഡിബഞ്ചർ ഹോൾഡറിൻ്റെ പേയ്മെൻറ്റ് 51,875. അങ്ങനെ നമ്മൾ ചെയ്തപ്പം നമുക്ക് ബാലൻസ് കിട്ടിയിരിക്കുന്നത്, അതായത് 80,000-ൽ 510 പോയി, ഇത് പോയി. അപ്പോൾ ഇത് ചെയ്താൽ നമുക്കിത് കിട്ടും. ഇതാണ് അൺസെക്യൂർഡ് ക്രെഡിറ്ററിന് അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ്. അൺസെക്യൂർഡ് ക്രെഡിറ്ററിൽ ആരും കൂടെ പെടും, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ. സോ അതുകൊണ്ടാണ് ഇവിടെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ഇവിടെ മൈനസ് ചെയ്യാൻ വരാഞ്ഞത്. ഇവിടെ മൈനസ് ചെയ്യാതിരുന്നത് റെമ്യൂണറേഷൻ്റെ കാൽക്കുലേഷനിൽ ഇവിടെ ആരും കൂടെ വരണം, പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററും കൂടെ വരണം. അപ്പോൾ നമുക്കിത് കിട്ടി. ഇതിൻ്റെ 2/102 കിട്ടി, ബിക്കോസ് സഫിഷ്യൻ്റ് അല്ല ബാലൻസ്. ഇവിടെ 40,000 ഉണ്ട്. 495 കിട്ടി. റെമ്യൂണറേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 2370 പ്ലസ് 495. ദിസ് ഈസ് സെറ്റ്. ഓക്കെ. വേറെ ഏതെങ്കിലും പ്രോബ്ലം, ഇതിനകത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനിയും എനിക്കിതിൽ കുറച്ചും കൂടി പ്രോബ്ലംസ് ബാക്കിയാണ്. നിങ്ങൾ അതിൻ്റെ താഴെ കമൻറ്റ് ഏത് ഇല്ലുസ്ട്രേഷനാണ് ഇനി ഞാൻ ചെയ്തു തരേണ്ടതെന്ന്. ഓക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയും കൂടെ ചെയ്ത് തരാം. നൗ എനിക്ക് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിൽ സറണ്ടറിൻ്റെ ഭാഗം ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായി. സറണ്ടർ ഞാൻ ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തിങ്ക് ചെയ്യുന്ന ആളെ ഈ സറണ്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് നിങ്ങളുടെ ടീച്ചേഴ്സ് എങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി കുറച്ച് ഡിഫിക്കൽട്ടാന്ന് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഇതിൽ പല എമൗണ്ടും വരുമ്പം ഇതൊക്കെ എങ്ങനെയാണ് വന്ന് അങ്ങനെയുള്ള പല കൺഫ്യൂഷനും നിങ്ങൾക്കുണ്ടാവാം. എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഏതോ ഒരു പ്രോബ്ലം, ഞാൻ ആ പ്രോബ്ലം ഓർക്കുന്നില്ല, ഇതിനകത്തുള്ള ഏതോ ഒരു ഇല്ലുസ്ട്രേഷനിൽ ഞാൻ സ്റ്റക്കായിപ്പോയി സറണ്ടർ വന്നപ്പോൾ. ഞാൻ പല ടെക്സ്റ്റ് ബുക്കും തപ്പിപ്പിടിച്ചിട്ട് സറണ്ടറിനെ പറ്റി ഞാൻ ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. സോ ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കാണ്ട് ഞാൻ പിന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇവിടെ ഇങ്ങനെ എമൗണ്ട് എഴുതിയാൽ മതി, ഇത് അങ്ങനെ പറഞ്ഞു തരണം. ഓക്കെ. അപ്പം അങ്ങനെ പറഞ്ഞു തരുന്നത് ശരിയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. ബിക്കോസ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുമ്പം എൻ്റെ ഒരുപാട് ടൈം അങ്ങോട്ട് പോകും. ഓക്കെ. സോ സറണ്ടറിൻ്റെ ശരിക്കുള്ള സംഭവം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ടൈം പോവും. മേ ബി നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് എടുത്തു തന്നിട്ടുണ്ടാവും. എനിക്കെന്തോ ആ പാർട്ട് ആ സമയം പഠിപ്പിക്കുന്ന സമയം ആസ് എ ടീച്ചർ ആയിരിക്കുന്ന സമയം എനിക്ക് ഈ പാർട്ടിൽ പലതും ഇല്ലുസ്ട്രേഷനിൽ വരുന്ന പല എമൗണ്ടും ഇതെങ്ങനെ വന്നു എന്നൊക്കെ സംശയം ഉണ്ടായപ്പോൾ ഞാൻ അതിൻ്റെ ക്ലാരിഫിക്കേഷനായിട്ട് ഇപ്പം ഞാൻ തെറവാണ്. ബട്ട് എനിക്കിതൊക്കെ നിങ്ങളെങ്ങനെ പഠിപ്പിച്ച് തരും, ഇതൊക്കെ വരുമ്പോൾ എനിക്ക് ഒരുപാട് സ്ട്രെയിൻ ആൻഡ് മീൻസ് ഒത്തിരി ടൈം എനിക്ക് കൺസ്യൂം. അതുകൊണ്ടാണ് ഞാൻ ആ സറണ്ടർ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, സറണ്ടർ എടുത്തു തരാം. ഓക്കെ. സറണ്ടർ ഞാൻ ക്ലാസ്സിൽ എടുത്തു കൊടുക്കലുള്ളത് ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സാമിന് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ എമൗണ്ട് എഴുതിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതിന് ശേഷം വാട്ട് ഈസ് ദ ടെക്നിക്കാലിറ്റി എന്നുള്ളത് ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചില്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അപ്ലോഡ് ചെയ്യാണ്ട് ഞാൻ അവിടെ വെച്ച് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തത്. ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ട് ആരൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചു. സോ നെക്സ്റ്റ് നമുക്ക് സറണ്ടറും കൂടെ ചെയ്യാം. അതിനേക്കാളും മുന്നേ ഇനി ഇതിലേതെങ്കിലും ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ ചെയ്യാം. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. സോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം. So thank you.